Good morning, all. Meeting call to order. The meeting in connection with the Coffee Talk 7 a.m. program is hereby called to order. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഓണാക്കട്ടോ. കാരണം എന്താണെന്ന് വെച്ചാല് മുഖത്തോട് മുഖം നോക്കിട്ടെ നിങ്ങളെ നമുക്ക് കാണാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ വേറെ കഥ. ഏതായാലും വളരെ സന്തോഷം. പരിഗണിക്കല് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണല്ലോ അല്ലെ. പരിഗണിക്കാതിരിക്കുന്ന മനുഷ്യന്മാരെ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചില ആളുകളുണ്ട്, നമ്മൾ വേണ്ടപ്പെട്ട ആള് കോള് വിളിക്കുന്ന സമയത്ത് എനി ടൈം അവർ അവൈലബിൾ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം ഈ വെയിറ്റ് ചെയ്യുന്ന ആള് പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും ചെയ്യും. അത് വല്ലാത്തൊരു വേദനയാണല്ലോ അല്ലെ. അതായത് അവരടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ, വെറുതെ തിരക്ക് എന്ന് പറയാൻ തിരക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് വിളിച്ച് അവരെ നമ്മളൊന്ന് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണല്ലോ. ഏതായാലും വളരെ സന്തോഷം. ഇന്നത്തെ 905 ദിവസമാണ് ഇന്ന്. എന്നെ വെൽക്കം പറയാൻ വേണ്ടിയിട്ട് ലേബർ കമ്മീഷണർ നമ്മളെ മുരളി സാർ കൊടകിൽ നിന്നും അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മുരളി സർ. Okay. Thank you. Thank you, Usman sir, for the privilege. Yet another beautiful coffee talk morning. This time it is 905. 905th day ആണ് ഇന്നത്തെ മീറ്റിംഗ് ചെയർ ചെയ്യുന്നത് ഉസ്മാൻ സാറാണ്. ഹീസ് ചെയറിംഗ് ഫ്രം മലേഷ്യ. നമ്മുടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസറിൽ ഒരാളാണ്. അദ്ദേഹത്തെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ട്രെയിനർ ശ്രീമതി ആശ പി ഗോപിനാഥ്, coming to this platform. I think she is coming for the first time. ഞാൻ മുമ്പ് കേട്ടിട്ടില്ല, ഇഫ് ഐ എം റൈറ്റ്. മാഡം വരുന്നത് പേഷ്യൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്ന ഒരു മനോഹരമായ ഒരു കോമ്പിനേഷൻ ടോപ്പിക്കുമായിട്ടാണ്. കോഫി ടോക്കിന്റെ 905 പ്രഭാതത്തിലേക്ക് മാഡത്തിന് ഹാർദവമായ സ്നേഹസ്വാഗതം. ഇത് പിന്നെ കോഫി ടോക്കിന്റെ ഡെയിലി 905 എന്ന മാജിക് സംഖ്യയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന എല്ലാവരും, ഇതിന്റെ ഓർഗനൈസേഴ്സായ മനോജ് സർ, പ്രീത് സർ, രേഖ മാഡം, ഇതിന്റെ ഫൗണ്ടറായ ഹിഷാം സർ, മുജീബ് സർ, പിന്നെ കോഫി ടോക്ക് ഇങ്ങനെ വെറുമൊരു ട്രെയിനിങ് മോർണിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, ഒരു സൗഹൃദത്തിന്റെ ഒരു ഫാമിലിയായി മാറ്റുന്ന എല്ലാവരും, ഓരോ ആളുകളെ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ബാക്ക് ടു പ്ലാറ്റ്ഫോം, ബാക്ക് ടു മിസ്റ്റർ ഉസ്മാൻ സർ. താങ്ക് യു. മ്യൂട്ട്. ഉസ്മാൻ സാർ മ്യൂട്ട്. താങ്ക് യു മുരളി സാർ. ഏതൊരു സമയത്തും ഒരു പാട്ട് പാടാനോ ഒരു വെൽക്കം പറയാനോ ഒരു മടിയില്ലാതെ വന്നിട്ട് അത് വളരെ ഭംഗിയായിട്ട് അത് അതിൻ്റെതായ പൊലിപ്പോട് കൂടിയിട്ടുണ്ട് പറഞ്ഞ് നമുക്ക് തന്നു പോകും. വളരെ സന്തോഷം സാർ. സാർ തിരക്കിലാണെന്ന് അറിയാം, ഓഫീസിലാണെന്നും. എന്തായാലും കാലത്ത് തന്നെ വെൽക്കം പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ പേഷ്യൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്ന ടോപ്പിക്കുമായിട്ടാണ് ആശ മാം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് അവർ നമുക്ക് ആ വിഷയത്തിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് അവർ നമുക്ക് കേൾക്കാം. ഈ ഫ്ലോർ അവർക്ക് ഞാൻ കൈമാറുന്നു. പ്ലീസ് വെൽക്കം ആശ മാം. Thank you, Chairman. Yeah. Respected Chairman Usman sir, വെൽക്കം പറഞ്ഞ മുരളി സാർ, ഈ ഒരു ഫാമിലിയിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്നെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രിയ JC നോൺ JC സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ വിളിച്ച് ഇതിലേക്ക് ക്ഷണിച്ച കുന്നത്തോ മനോജ് സാറിനുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമ്മളോട് എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലർക്കും പല ആൻസർ ഉണ്ടാവും അല്ലെ. എങ്കിലും എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ജീവിത വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് പല ടാലൻസ് ഉണ്ടാവും. നമ്മൾ ഇന്റലിജന്റ് ആയിരിക്കും, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതുപോലെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് എന്താണ് നമ്മളെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത്? പലപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും നമ്മുടെ ആക്ഷൻ ആയിരിക്കും മോർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്? നമ്മൾ ഡിസിപ്ലിനോട് കൂടി, പേഷ്യൻസോട് കൂടി, കൺസിസ്റ്റന്റ് ആയിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ സക്സസിലേക്ക് നമ്മളെ എത്തുന്ന ഓരോ ആക്ഷനും
ചെയ്യേണ്ടത്. നമുക്കറിയാം ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു കുഴപ്പം മിക്കവർക്കുമുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകും. അപ്പൊ ആദ്യം ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഒരു 4-5 കിലോമീറ്റർ ഓടിയെന്ന് വരും തുടക്കത്തിൽ. പിന്നീട് അതങ്ങ് കുറഞ്ഞ് 4 കിലോമീറ്റേഴ്സ്, 2 കിലോമീറ്റേഴ്സ്, 1 കിലോമീറ്റർ അങ്ങനെ കുറഞ്ഞ് വരും. ചിലപ്പോൾ അതങ്ങ് നിന്നു പോവുകയും ചെയ്യും. ഈ ജിമ്മൊക്കെ നടത്തുന്നവർ പറയാറുണ്ട്, ശരിക്കും ഈ അഡ്മിഷൻ ഫീ കൊണ്ടാണ് ജിമ്മ് നിലനിന്ന് പോകുന്നത്. തുടക്കത്തിൽ വളരെ താല്പര്യമായിട്ട് ചെയ്യും, ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് വന്നിട്ട് അങ്ങ് നിന്ന് പോകും. അപ്പം അതൊരിക്കലും നമ്മൾ എത്ര ചാലഞ്ചഡ് ആണെങ്കിലും എത്ര ഇന്റലിജന്റ് ആണെങ്കിലും നമ്മളെ ഒരിക്കലും സക്സസിലേക്ക് അത് എത്തിക്കില്ല, നമുക്കറിയാം. ഇപ്പോ പേഷ്യൻസ്, മലയാളത്തിൽ ക്ഷമ എന്ന് പറയും അല്ലെ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പേഷ്യൻസ്? നമ്മൾ കാമായിട്ടിരിക്കുക, നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ഡിലേകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിലും ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒന്നും പേരിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നീറ്റ് എക്സാം തന്നെ അല്ലെ, അത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. ഒന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം, അങ്ങനെ 5 പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പൊ ഇത്രയും പഠനങ്ങൾക്ക് ശേഷം അവര് എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടി എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ അത് ക്യാൻസലായി. അപ്പം അതിൽ പല കുട്ടികളും അവരുടെ ആ ഒരു ഇത്ര നാൾ അവർ നേടിയ നോളജ്, അവർ ചെയ്ത പ്രാക്ടീസ്, അതിനേക്കാളൊക്കെ ആയിട്ട് ഇപ്പോ അവർക്ക് എത്രമാത്രം പേഷ്യൻസ് കാണിക്കാൻ പറ്റുന്നു അതായിരിക്കും ഇനിയുള്ള പരീക്ഷയിൽ അവരുടെ സക്സസിനെ തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒരെണ്ണം. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം കൃഷിക്കാര് സീഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ഓരോ ദിവസവും പോയിട്ട് കുഴിച്ചു നോക്കാൻ പറ്റില്ല. സീഡ് വളരുന്നുണ്ടോ കിളിർത്ത് വരുന്നുണ്ടോ കുഴിച്ചു നോക്കാൻ പറ്റില്ല. അതിനൊരു സ്പെസിഫിക് ടൈം ഉണ്ട് അല്ലെ. സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കളകൾ പറിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് മദർ ആൻഡ് ബേബി അല്ലെ. ഒരു അമ്മയ്ക്ക് ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാല് ആ നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം മാത്രമേ, അത്രയും നാള് വെയിറ്റ് ചെയ്ത് ആ പ്രഗ്നൻസി പീരീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ബ്യൂട്ടിഫുൾ ബേബി ആ അമ്മയ്ക്ക് കിട്ടുള്ളൂ അല്ലെ. ഇത്രയും നല്ലൊരു എക്സാമ്പിൾ പേഷ്യൻസിന് വേറെ പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഗുഡ് തിങ്സ് ഓഫൺ ടേക്സ് ടൈം അല്ലെ. നമുക്ക് നല്ല കാര്യങ്ങൾ എന്ത് തന്നെ വന്നു ചേരണം എന്ന് പറഞ്ഞാലും അതിന് ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഏതൊരു സെറ്റ് ബാക്സിനെയും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരും വീഡിയോ ഓൺ ആക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരുടെ പേഷ്യൻസ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അവരുടെ പേഷ്യൻസ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ സെഷൻ കുറച്ചുകൂടെ ലൈവായിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് കം ടു ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമുക്ക് ഇപ്പോ ആവശ്യം എന്നുള്ളതിനേക്കാളും എന്താണോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോ രാവിലെ തന്നെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. അപ്പോ ഇന്നലെ ഈ പ്രോഗ്രാമിലേക്ക് തയ്യാറെടുക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ഇപ്പൊ ഒരു അത്ലറ്റ് അയാൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും അല്ലെ. അയാൾ മോട്ടിവേറ്റഡ് ആകുമ്പോൾ മാത്രമല്ല, അയാൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
ശരിക്കും മോട്ടിവേഷനേക്കാളും നമുക്ക് ആവശ്യം ഡിസിപ്ലിൻ ആണ്. മോട്ടിവേഷൻ കൂടുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പുതിയ ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡിസിപ്ലിനോട് കൂടി ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ നമ്മളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഡിസിപ്ലിൻ ഈസ് ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു വാണ്ട് നൗ ആൻഡ് വാട്ട് യു വാണ്ട് മോസ്റ്റ്. നമുക്ക് ഏറ്റവും ഓരോ സമയത്തും സക്സസിലേക്ക് നയിക്കാൻ എന്താണോ ഏറ്റവും അത്യാവശ്യം അത് ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ. ദെൻ കൺസിസ്റ്റൻസി. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസിനെ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക, കുറേ നാളത്തേക്ക് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസം കൊണ്ട് ഒരു ബുക്ക് വേണമെങ്കിൽ വായിച്ചു തീർക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ വായിക്കാതെ ഒരു ബുക്കിന്റെ ഒരു 10 പേജ് ഒരു ദിവസം വായിക്കുന്നു, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് കൃത്യമായിട്ടുള്ള ടൈം വെച്ചിട്ട്, ഒന്നെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളുടെ വർക്കിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു റീഡിങ് എന്നുള്ളത് ചെയ്യും എന്നൊരു സ്പെസിഫിക് ടൈം തീരുമാനിച്ചിട്ട് കൃത്യമായിട്ട് നമ്മളൊരു 10 പേജ് വായിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കും. ഒരു ചെറിയ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിന്റെ ഒരു റിസൾട്ട് ആണ് സക്സസ് എന്ന് പറയുന്നത്. അതുപോലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമ്മളിപ്പോ പങ്ക്ച്വാലിറ്റി എത്ര ചെറിയ ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യമാണെങ്കിലും ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് എടുക്കാൻ നമുക്കൊരു അവസരം കിട്ടും, നല്ലതുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് എടുക്കാൻ അവസരം കിട്ടും. ഇത് ഏതാണെന്നുണ്ടെങ്കിലും ആ നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. അത് ആ ഒരു കാര്യത്തിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചവര് പിന്നെയും വിളിക്കും, അല്ലെ? വെൽക്കം പറഞ്ഞു മുരളി സാറ് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കോഫി ടോക്കിൽ വരുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ ഇതിനു മുന്നേ 2 തവണ കോഫി ടോക്കിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 3ാമത്തെ തവണയാണ്. ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ആക്ഷൻസിൽ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോടൊരു ട്രസ്റ്റ് ഉണ്ടാവും. നമുക്ക് ട്രസ്റ്റ് വർത്തിനെസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ക്രെഡിബിലിറ്റി, നമ്മൾ അവൈലബിൾ ആണ്, നമ്മളെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ള ആ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ കൂടെ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ തരാനായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറിയിലോ മറ്റോ എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ ആക്ഷൻ. ഞങ്ങളെല്ലാരും എൻഗേജ്ഡ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഓക്കെ ഡോണ്ട് വറി. ഓക്കെ. ഞാൻ ബേസിക്കലി ഞാനൊരു അധ്യാപികയാണ്, കുറച്ചുകാലം അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ടൊക്കെ നല്ല ഇന്ററാക്ട് ചെയ്ത് പോകുന്ന ഒരു അധ്യാപികയാണ്. അതുപോലെ ഞാനൊരു ആത്മീയ പ്രഭാഷകയാണ്. അതും ആത്മീയ പ്രഭാഷണമാണെങ്കിൽ പോലും കഴിവതും ഈ ഓഡിയൻസിനെ അതിലും പങ്കെടുപ്പിച്ച് അങ്ങനെ പോകാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു നിങ്ങൾക്ക് എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ്, സെൽഫ് ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും അറിയാമായിരിക്കും, പലരും ചെയ്യുന്നുണ്ടായിരിക്കും. 1 സ്മോൾ ആക്ഷൻ നിങ്ങൾക്ക് എന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു അടുത്ത 30 ദിവസത്തേക്ക് ഒരു പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ഹാബിറ്റിനെ നമുക്ക് കളയാനോ. നമുക്കറിയാം അല്ലെ, പലപ്പോഴും നമ്മൾ ലേണിങ്ങിനേക്കാൾ അൺലേണിംഗ് ആണ് നമ്മളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന പല കാര്യങ്ങള്, കേട്ടു വന്ന പല കാര്യങ്ങള്, പരിശീലിച്ചു വന്ന പല കാര്യങ്ങൾ, അതെല്ലാം ഒക്കെ നമുക്ക് പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. പലതും ഒഴിവാക്കേണ്ടതുണ്ട്, നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പലതും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുമ്പോൾ നമ്മളത് അൺലേണിങ്ങും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു 30 ദിവസത്തേന് ചെയ്യാൻ പറ്റുന്ന
എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്: പേഷ്യൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി. ഇതൊരു ഫോർമുലയായിട്ട്, സിമ്പിൾ ഫോർമുലയായിട്ട് നമുക്ക് എടുക്കാം. പേഷ്യൻസ് പ്ലസ് ഡിസിപ്ലിൻ പ്ലസ് കൺസിസ്റ്റൻസി ഇസ് ഈക്വൽ ടു സസ്റ്റൈനബിൾ സക്സസ്, അല്ലെ? വിജയം എന്ന് പറയുന്നത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളല്ലേ, ഒരു സ്ട്രാറ്റജി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ ഉള്ള വിജയം പരാജയത്തെക്കാൾ അപകടമായിരിക്കും പലപ്പോഴും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ്. അതില് ഡെറിവേറ്റീവ് സെഗ്മെന്റ്സിലെ നിഫ്റ്റി ഇൻട്രാഡേ ഓപ്ഷൻ ബൈങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പലരും ഈ തുടക്കത്തില് ഒരു വലിയ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഒരുപാട് പൈസ നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ തുടക്കത്തിലൊക്കെ കുറച്ച് നഷ്ടം വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ ഒരിക്കലും ഓവർ കോൺഫിഡന്റ് ആവാതെ സസ്റ്റൈനബിൾ സക്സസ്, ആ ഒരു സക്സസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് സാധിക്കും. വെറുതെ ഒരു ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, പലരും ഉണ്ടാവും ഇതിൽ ട്രേഡ് ചെയ്യുന്നവർ. ഒരു ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വിജയം, അതായത് പ്രോഫിറ്റ് കിട്ടിയാലും അത് വളരെ അപകടമാണ്. നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാതെ, സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ, നമ്മൾ ഏത് പ്രൈസിൽ എത്തുമ്പോൾ നമ്മൾ വാങ്ങണം, വിൽക്കണം എന്നൊരു മുൻകൂട്ടി പ്ലാനിങ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വർക്കിംഗ് രീതിയെ കുറിച്ച് ഒരു മുൻ ധാരണയും നമുക്കൊരു സ്ക്രിപ്റ്റഡ് റൈറ്റിംഗ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ ഇരിക്കുക, പെട്ടെന്ന് ഒരു ചില കാൽക്കുലേഷൻ, വേഗമായിട്ടുള്ള കാൽക്കുലേഷൻസിനൊക്കെ ബേസിൽ നമ്മൾ ട്രേഡ് എടുക്കുക, അതിൽ വലിയ പ്രോഫിറ്റ് കിട്ടുക, പിന്നെ അത് അതേപടി തന്നെ അല്ലെങ്കിൽ അതിന്റെ പല മടങ്ങ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ സക്സസ് ആണ് വേണ്ടത്. ഒരു തവണ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് സസ്റ്റൈനബിൾ സക്സസ് ആണ് വേണ്ടത്. അപ്പോ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യും? നമ്മളെ വെയിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പം ഞാന് ഒരു 9 മണിയാകുമ്പോൾ ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ ഇരിക്കും. ഒരു 2-2:30 മണി വരെ നമ്മൾ ഈ ചാർട്ടൊക്കെ നോക്കി അനലൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഏറ്റവും പേഷ്യൻസ് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് നമ്മൾ ഭയങ്കര റിസ്ക് ആണ് ശരിക്കും. ഡ്രൈവിംഗ് പോലെ തന്നെ, ഡ്രൈവിംഗിൽ നമുക്ക് ആ ഒരു ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനാണ് പോകുന്നത്. അപ്പം ട്രേഡിങ്ങിലാണെങ്കിൽ നമ്മുടെ പൈസയാണ് പോകുന്നത്. അപ്പം വളരെ ക്ഷമയോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യം. നമ്മൾ സക്സസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഏത് കാര്യത്തിലായാലും സക്സസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സക്സസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഡിസിപ്ലിൻ എന്താണ്? നമ്മളെ ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കൺസിസ്റ്റൻസി നമ്മളെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്മിങ് ടു കൺക്ലൂഷൻ, success is not about doing extraordinary things occasionally. It's about doing ordinary things extraordinarily well every day. Thank you. താങ്ക് യു മാം. കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ പേഷ്യൻസ്, ഡിസിപ്ലിൻ, സസ്റ്റൈനബിൾ ആയിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് ആണ് മാം എടുത്തു തന്നത്. ഒരുവിധ എല്ലാ ആളുകളൊക്കെയും വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നു. മാം അത് അവിടെ കാണായിട്ടായിരിക്കും ചിലപ്പോ, എന്തോ. അതുപോലെ തന്നെ എല്ലാവരും അതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നത്. ഏതായാലും വളരെ സന്തോഷം മാം. നന്നായിട്ട് തന്നെയാണ് മാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരു ടീച്ചറാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ മനോജേട്ടനോട് ചോദിച്ചിരുന്നു എന്താണെന്നുള്ളത്, പക്ഷെ മനോജേട്ടൻ രാവിലെയാണ് അത് നോക്കിയത്. ഏതായാലും അടുത്തതായിട്ട് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് ആശ മാം. നല്ല സെഷനായിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ലൈഫിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള 3 ഘടകങ്ങളാണ് പേഷ്യൻസും, ഡിസിപ്ലിനും, കൺസിസ്റ്റൻസിയും ഒക്കെ. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയിട്ട് പോകുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ മാം ചോദിച്ചു, പേഷ്യൻസ്, ക്ഷമ പരീക്ഷിച്ച ഏതെങ്കിലും സമയം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല എന്ന് തോന്നുന്നു, ആരൊന്നും പറയാത്തത് കൊണ്ട്. ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് പെട്ടെന്ന് ഓർമ്മ വരാനിട്ടാണ്. എനിവേ, നല്ലൊരു സെഷനായിരുന്നു. ഒരു അധ്യാപികയുടെ വാക്കുകൾ വളരെ സശ്രദ്ധം ശ്രവിച്ച് അതിന് ഈ 3 ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ തന്നെ അത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. Manoj sir, next.
ഗുഡ് മോർണിംഗ്. മോർണിംഗ് ആശാമ. യെസ്, Morning. വളരെ നല്ലൊരു റിമൈൻഡർ ആയിരുന്നു കേട്ടോ. വളരെ നമ്മുടെ ജീവിതത്തിൽ സക്സസിലേക്ക് എത്താനായിട്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ച് ജസ്റ്റ് ലൈക്ക് ഈസായിട്ട് നമ്മളത് ഇട്ടിട്ട് പോകാറുണ്ട്. ആദ്യമേ ആരംഭശൂരത്വം വളരെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റോട് കൂടി തുടങ്ങും, പക്ഷെ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാറില്ല. പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് അതിൽ പ്രവർത്തിച്ചിട്ടും ഫലമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അത് ഇട്ടിട്ട് പോകാൻ അതിനുള്ള പേഷ്യൻസ്, അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കാറും ഇല്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും രാവിലെ വളരെ നല്ലൊരു റിമൈൻഡർ ആണ് നമ്മൾക്ക് തന്നത്. സോ താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സുസന്മൻ. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്. ആഗ്യ. സ്വന്തം എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ ഓക്കെ പറഞ്ഞു. ഓക്കെ. ആ സമയം 30 ദിവസം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ക്ലിയർ ആയി. 30 ദിവസത്തെ പ്ലാനിങ് എന്തോന്ന് പറഞ്ഞു? ജേർണലിംഗ് ആണോ? ഒരു പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം സാറിന് ഇല്ലാത്തൊരു ഹാബിറ്റ്, ഇപ്പം സാറ് വായനാശീലമുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അത് നമുക്ക് ഇല്ലാത്തൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഉള്ളൊരു ഹാബിറ്റ് കളയാനാണെങ്കിലും അല്ലേ, നമുക്ക് ഉള്ളൊരു ഹാബിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടിനും പറ്റൂലേ? രണ്ടിനും അതെ 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 അതെ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ആശാമേം. നല്ലൊരു ക്ലാസ്. ഒരു ടീച്ചർ നിലനിൽക്കുക അത്ര നമ്മളെ കുട്ടികളോട് പറയുന്നത് പോലെ വളരെ ഹേർട്ട് ടു ഹേർട്ട് ആയിട്ടാണ് മാം ആ വിഷയം പറഞ്ഞത്. മാത്രമല്ല ഇതിന്റെ ഏതൊരു സക്സസിന്റെയും പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് മാം വളരെ കൃത്യമായിട്ട് നമ്മോട് അവതരിപ്പിച്ചു. ആ ഒരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും, പിന്നെന്തൊരു മാം പറഞ്ഞു, ഒരു പോയിന്റ് കൂടി പറഞ്ഞു, പേഷ്യൻസ്. പേഷ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിലും വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു ആ സമയം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി ഫ്ലോറിൽ ഇനിയും വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജലീൽ സർ. അശമയം അതൊരു അധ്യാപകനാണ് ഇപ്പൊ നമ്മളിട്ട് ഫീഡ്ബാക്ക്. ഓക്കെ, അടുത്ത ആള് പറയൂ. ഷോർട്ട് ആൻഡ് ക്രിസ്പ് എന്ന് പറയാം. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിലെല്ലാം ഒതുങ്ങുന്ന രീതിയിലായിരുന്നു മാഡത്തിന്റെ പ്രസന്റേഷൻ. ഉദാഹരണത്തിന് പലപ്പോഴും പറയാറുണ്ട്, ആള് വളരെ ക്ഷമയുള്ള ആളാണ്, പക്ഷെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ക്ഷമ പോകും. അപ്പൊ അവിടെ ആൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പം ആ പേഷ്യൻസ് എന്ന സ്വഭാവത്തിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഫോർമുല തന്നു, P+C+D സസ്റ്റൈനബിൾ സക്സസ്. അതും ഈ 3ഉം കൂടി ഒരുമിച്ച് ഉണ്ടാവുമ്പോഴാണ് ശരിക്കും ഒരു സസ്റ്റൈനബിൾ സക്സസ് ഉണ്ടാവുക എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരു തോട്ടും കൂടി ഇന്ന് രാവിലെ ഷെയർ ചെയ്തു. സോ താങ്ക് യു ഫോർ ദ ഡേ. അർച്ചന മാം, താങ്ക് യു മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? നല്ല മഴ പെയ്യുന്നുണ്ട്. മാം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ജീവിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അപ്പോൾ വിജയിക്കണമെങ്കിൽ നമുക്കതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് മാഡം പ്രധാനമായും എടുത്തു പറഞ്ഞത്. ക്ഷമയും അതുപോലെ തന്നെ നമ്മുടെ കൃത്യനിഷ്ഠയും ഡിസിപ്ലിൻ, ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് മാഡം വളരെ കൃത്യമായി തന്നെ നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നു. അത് ഇപ്പം പല ഉദാഹരണങ്ങളും മാഡം അവിടെ പറയുകയുണ്ടായി. നമ്മൾ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞു, നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ഓടാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഇതെല്ലാം ഒന്നും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാതെ നമുക്ക് ഒരിക്കലും അതിൽ വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോ ഒരു ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അപ്പോൾ അതിന് കൃത്യമായിട്ട് എങ്ങനെ അത് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ നല്ലൊരു ഒരുപാട് ഉദാഹരണങ്ങളോടുകൂടി മാഡം പറഞ്ഞു തന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാധ. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് ആശ മാം. അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ. എന്തായാലും എന്റെ കൊളീഗ് റിസൾട്ട് ആയിരുന്നു പോർച്ചുഗൽ റോയൽസിന്റെ. എന്തായാലും പേഷ്യൻസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഈ 3 സംഗതി ഉണ്ടായി കഴിഞ്ഞാലും നമുക്കൊരു വെൽബീയിങ് ആവാം. അതിന് പുറമെ നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത്. താങ്ക് യു സോ മച്ച്. ഈ മഴയത്താണ് ആ സമയം ഇയാൾ ഓടുന്നത്,
സാധുലി അതന്നെ താങ്ക് യു കൺസിസ്റ്റൻസി. ഷാദുലി സാർ. കൺസിസ്റ്റന്റ് ആണ് കൺസിസ്റ്റന്റ്. മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബിന്ദുവാണ് ഓക്കെ, സംസാരിക്കുന്നത്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. പേഷ്യൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇത് പറയുമ്പോൾ പേഷ്യൻസ് ഇല്ലെങ്കിൽ തന്നെ പോയല്ല. നമുക്ക് ആദ്യം അതാണ് എപ്പോഴും ഏറ്റവും ആദ്യം വേണ്ട സംഭവം, മാഡം പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഡിസിപ്ലിനും കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊക്കെ വ്യായാമത്തിൽ എപ്പോഴും തുടങ്ങി വെക്കും, പിന്നെ നിൽക്കും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ ഈ ഷാദുലി സാർ ഓടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്ത് മഴയായാലും. ഇന്നലെ നമ്മുടെ വേറൊരു ഇതില് സാർ ഇട്ടു, മഴയത്ത് ഇങ്ങനെ ഓടുന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ഈ കൺസിസ്റ്റൻസി ഉള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനൊക്കെ എന്താ ചെയ്യാച്ചാല് ഇപ്പൊ എനിക്ക് എവിടെയെങ്കിലും ട്രക്കിങ്ങിനൊക്കെ പോണെങ്കിൽ ഒരാളാണ് ഷാദുലി. അതെ അതെ അതെ, ഞാനിപ്പോ ഒരു ട്രക്കിങ്ങിനൊക്കെ പോണെങ്കിൽ ആ സമയത്ത് മാത്രം അതിനോടനുബന്ധിച്ച് ഒരു 10-15 ദിവസം മുമ്പേ ഒരു നടക്കല് തുടങ്ങും, പിന്നെ അല്ലെങ്കിൽ ഒരു ഓടല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് അതൊക്കെ പോയി കഴിഞ്ഞ് വന്നാലും വീണ്ടും എൻ്റെത് സ്റ്റോപ്പായി പോകും. അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയമാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം, അത് നടക്കുള്ളൂ എന്നുള്ളത് മാഡം പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ എപ്പോഴും ഈ 7 AM കോഫി ടോക്കിലും ഇതിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പിറകോട്ട് പോകുന്നതെന്ന് നമ്മളെ വീണ്ടും ഇങ്ങനത്തത് ഓർമ്മിപ്പിച്ച്, അതുപോലെ ഇതിപ്പം സാറൊക്കെ നടക്കുന്നതും ഓടുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഉള്ളില് ഞാനും നന്നാവണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കുറെ ബെറ്റർ ആയി വരുന്നുണ്ട്. ഓക്കെ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. നെക്സ്റ്റ് അടുത്ത ആൾ ആരാണോ? ഹലോ, ആശ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ പല കാര്യവും ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പൊ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പൊ നമ്മൾ ഹെൽത്ത് ഡേ, എർത്ത് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ദിവസങ്ങളൊക്കെ ആചരിക്കാറുണ്ട്. ഇതൊക്കെ ആചരിക്കുമ്പോൾ നമ്മൾ ഇതും കൂടി കീപ്പ് ചെയ്യണം. കാരണം ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി എന്നൊരു കാര്യം കൂടി. അപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞ ആള് ഓടിക്കൊണ്ടാണ് പറഞ്ഞത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അത് നല്ല പ്രാക്ടീസാണ്. കാരണം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, മഴയത്തും ഓടുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. ഞാനും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു. അപ്പൊ ഹെൽത്ത് ഡേ, എൻവയോൺമെന്റ് ഡേ, ഇന്നും നമുക്ക് കുറെ പ്രതിജ്ഞ എടുക്കാനുണ്ടാവും. നമുക്കിപ്പോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാസ്സുകളും ഒക്കെ എടുക്കും, കുട്ടികൾക്ക് കുറച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ എത്ര പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസ് കീപ്പ് ചെയ്ത് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും നമുക്കത് ആവശ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. മാം, അത് ഷാദുലി അറിയും. 1000 കിലോമീറ്ററിന്റെ മേലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 2000 കിലോമീറ്റർ ആണ് ഇത്ര അവരുടെ ടാർഗറ്റ്. എന്താണെന്നുണ്ടെങ്കിലും സക്സസിലേക്ക് എത്തട്ടെ. അടുത്ത ആള് പറയും. എല്ലാവർക്കും നമസ്കാരം. പാർവതിയാണ്. ആശ മാഡം നന്നായിട്ട് ഞങ്ങൾക്ക്, അതായത് പേഷ്യൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് മാഡം വളരെ വ്യക്തമായിട്ടാണ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചത്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം മാഡത്തിന്റെ അവതരണ ശൈലി, അത് വളരെ ശാന്തവും സൗമ്യമായിരുന്നു. ഈ ക്ലാസ് എടുക്കുന്നതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് മാമിന്റെ അവതരണ ശൈലിയിൽ നിന്നും ഫേസിൽ നിന്നും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു നല്ല ചിന്ത, അറിയാവുന്നതാണെങ്കിൽ പോലും വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന്, ഇങ്ങനൊരു ചിന്ത ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു പാർവതി മാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ മനോജേട്ടനല്ലേ കിസ് മത്സരം? ചിരി, ചിന്ത, വിജ്ഞാനം. ആശാമിന് അറിയാലോ അല്ലെ, നമ്മളതില് കിസ് മത്സരം കൂടിയുണ്ട്. അത് ചിരി, ചിന്ത, വിജ്ഞാനം. ചിലപ്പോ വല്ല കോമഡിക്ക് ആയിട്ടായിരിക്കും ഉണ്ടാകുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ജഡ്ജ് മനോജേട്ടനായിരിക്കും. ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറഞ്ഞല്ലേ. ക്വിസ് മത്സരത്തിന് മനോജേട്ടനെ ക്ഷണിക്കണം. പ്ലീസ് വെൽക്കം മനോജേട്ട. താങ്ക് യു ചെയർമാൻ. ഇതിൽ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. റൂൾസ് സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വരും. അതിന് ഉത്തരം പക്ഷെ ചാറ്റ് ബോക്സിലൂടെ മാത്രം മതി. ഓരോ ആൻസറിനും, അതായത് ഒരാൾക്ക് ഒരു തവണ വിൻ ചെയ്യാം. 100 പോയിന്റ് ആണ് ഒരാൾ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതുവരെ വിന്നേഴ്സ് ആയിട്ടുള്ളത് ശ്രീജന ടീച്ചർ 200 പോയിന്റ്സ്, ശ്രീജ മാം 100 പോയിന്റ്സ്, നിമ ബാബു 100 പോയിന്റ്സ്.
അപ്പോൾ ഇവരൊക്കെ ഈ ഇന്നത്തെ സെഷനിൽ ഉണ്ടെന്ന് തന്നെ കരുതുന്നു. പിന്നെ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ചിരി, കുസൃതിയാവാം, ജനറൽ നോളജ് ആവാം, ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്. മാഡത്തിന്റെ ടോപ്പിക് കടമെടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വവൽസ്, AEIOU വവൽസ്. ആ AEIOU അതിൽ ഏത് വവലാണ് ഏറ്റവും കൂടുതലുള്ളതാണ് ടോപ്പിക്ക് നോക്കണം. അതിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നോക്കിയാൽ മതി. ചോദ്യം വന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതലുള്ള വവൽസ് ഏതാണ് എന്നാണ് ചോദ്യം. ഒരു മിനിറ്റ്, ഞാൻ ആൻസേഴ്സ് നോക്കിയോട്ടെ. മുരളീധരൻ 5, അബ്ദുൽ ഖാദർ O, മുരളീധരൻ P2, എവരിവൺ. യെസ്, I. ഓക്കെ, റൈറ്റ് ആൻസർ I ആണ്. I ആണ് അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. 3, 4, 5 തവണ I വന്നിട്ടുണ്ട്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. വവൽസ് ഏതാണെന്ന് അറിയാം. വവൽസ് അറിയാത്തവർക്ക് വവൽസ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മാഡത്തിന്റെ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതലുള്ള വവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I ആണ് റൈറ്റ് ആൻസർ. മുരളീധരൻ, കൺഗ്രാറ്റുലേഷൻ മുരളിയേട്ട. പിന്നെ ഔട്ട് ചെയർമാൻ. താങ്ക് യു മനോജ് സാർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് എപ്പോഴും ചിന്തിക്കുക, ഏത് വേണമെങ്കിലും ഒബ്സർവ് ചെയ്യലും ഒരു താല്പര്യത്തിൽപ്പെട്ട ഒരു സംഭവമാണല്ലോ. ഏതായാലും വിജയിയായ നമ്മളെ മുരളി സാറിന് അഭിനന്ദനങ്ങൾ. കോഫി ടോക്കിന്റെ എന്റെയും വളരെ എന്താ പറയാ, നമുക്ക് താങ്ക് യു. എല്ലാവർക്കും വേണ്ടത് ഓക്കെ ത്രിജന മാഡം ക്ഷമയാണ്. പറഞ്ഞു. താങ്ക് യു. അതെ അതെ, ക്ഷമ, അച്ചടക്കം, സ്ഥിരത, ഇത് മൂന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും വിജയിക്കും. അതില് യാതൊരു സംശയമില്ല. കാരണം മനുഷ്യന്മാർക്കൊന്നും ക്ഷമ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഏതെങ്കിലും വിധത്തിൽ അറ്റാക്ക് ചെയ്യണം. ഏതായാലും നന്ദി പറയാൻ വേണ്ടിയിട്ട്, വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഷിനു സാറിന്, ആറ്റിങ്ങലിന്റെ JCI പ്രസിഡന്റായ ഷിനു സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ഷിനു സാർ. Thank you, sir. Thank you for the privilege. മാം, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ. ഒരു മനുഷ്യന് വേണ്ട 3 കാര്യങ്ങളാണ്. പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് തുടർച്ചയായി മറ്റുള്ളവർ എത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചായാലും ശരിയല്ല, അത് വിജയത്തിൽ തന്നെ കലാശിക്കും എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥം. അപ്പൊ എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാവരും എത്തിച്ചു. എല്ലാവർക്കും അത് നല്ലൊരു പാഠമായി മാറി. എന്നാൽ ഈ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ മനുഷ്യന് കുളിർമ നൽകുന്ന രീതിയിൽ മേഡം അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഞാനും ആദ്യമായിട്ടാണ് മാഡത്തിന്റെ ക്ലാസ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടോ തോന്നുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതാണ്. ഇനി ഞാൻ മിസ്സായത് ആയിരിക്കാം. എന്തായാലും 3-ാം തവണ എന്ന് പറയുന്നത് ഞാനും അമ്പരം നോക്കി 3 തവണ എടുത്തോ എന്നുള്ളത്. അപ്പം എനിക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. അപ്പം എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഈ നല്ല രീതിയിൽ ഈ ഒരു പ്രഭാതം നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ഉസ്മാൻ സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായി നമ്മുടെ മുന്നിൽ വന്ന ആശ മാഡത്തിനും ഞാൻ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി നമുക്ക് നന്ദി പറയാനുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് 905 ദിവസം നമുക്ക് വേണ്ടി തുറന്നു തന്ന അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹിഷാം സാറിന് നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് 2 ലോമാണ് ഇതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത്. വളഞ്ചേരി റോയൽസ് ആൻഡ് നിലമ്പൂർ ഗോൾഡൻ വാല്യൂ. അതിന്റെ പ്രസിഡന്റുമാരായിട്ടുള്ള നിതിൻ സാറിനും ജിനി സാംസൺ മാഡത്തിനും നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം തന്നെ സംഘാടകരാണ്. നമുക്ക് 4 പില്ലേഴ്സ് ഇതിനകത്തുണ്ട്. ഒന്ന് രേഖ മാഡം, മനോജ് സാറ്, അതുപോലെ തന്നെ ഹിഷാം സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ സാർ. അവർക്ക് 4 പേർക്ക് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ഈ ഒരു പ്രോഗ്രാമിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യൂസ് മാസ്റ്റർ കൂടിയാണ് മനോജ് സാറിന് നന്ദി പറയുന്നു. അതിനു പുറമെ നമ്മളെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ നഗേഷ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശിവദാസ് സാറ്,
അതുപോലെ നമ്മുടെ രാധാകൃഷ്ണ സാറ്, പിന്നെ നമ്മുടെ ക്വിസ് ജീനിയസ് ആയിട്ടുള്ള നമ്മുടെ മുരളി സാറ്, പിന്നെ അതേപോലെ തന്നെ വേറൊരു ജീനിയസ് ആണ് ശ്രീജന ടീച്ചർ. അങ്ങനെയുള്ള നിരവധി വ്യക്തികൾ, അമ്പിളി മാഡം, അങ്ങനെയുള്ള നിരവധി വ്യക്തികൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹേമ മാഡം, വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്ന ഹേമ മാഡം. അപ്പൊ അങ്ങനെയുള്ള നിരവധി വ്യക്തികൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള നന്ദി പറയുന്നു. അതിനു പുറമെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിന്റെ സ്ഥിര സാന്നിധ്യമാണ്. എല്ലാവരുടെയും സ്ഥിര സാന്നിധ്യമാണ് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഓവർ ടു ദ ചെയർ. താങ്ക് യു ഷിനു സാർ, വർക്കലയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ എന്തൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി സക്സസ് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യന്. എല്ലാവർക്കും നല്ല ക്ഷമയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ അച്ചടക്കവും ഉണ്ടാവട്ടെ, സ്ഥിരത ഉണ്ടാവട്ടെ, എല്ലാവർക്കും വിജയവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹേമാമേമിന്റെ മെസ്സേജ് കണ്ടിരുന്നു, ഇങ്ങനെ ഞാൻ ലേറ്റ് ആയിട്ട് കയറാറില്ല എന്നാണ് ഹേമാമേം പറഞ്ഞത്. സാരല്ല ഹേമാമേം, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, നമുക്ക് യൂട്യൂബിൽ അത് കാണാം. ഏതായാലും ഇന്നത്തെ ഈ ദിവസം ഇതിലേക്ക് വന്ന് 905 ദിവസമായി എല്ലാവരും ഒരുവിധമുള്ളവരൊക്കെയും കയറിയും കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് പുതിയ ട്രെയിനർമാർ വരുമ്പോൾ അവരുടെ കൂടെയും പുതിയ ആളുകൾ വരുന്നുണ്ട്. 905 ദിവസം ഇതിലേക്ക് കയറുന്നതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാമിന്റെ ക്ലാസ് തന്നെയാണെന്ന് ഒരു സംശയം കൂടാതെ പറയാം. 1-2 ദിവസം നല്ലല്ലോ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അവരെല്ലാരും പേരെടുത്ത് ഞാൻ പറഞ്ഞൊന്നുമില്ല. ഏതായാലും വളരെ സന്തോഷം. ഇന്നത്തെ ഈ സുപ്രഭാതം വളരെ മനോഹരമാക്കി തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി. ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ബൈ. സി യു. താങ്ക് യു.